ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ഓർക്കണം, അതൊരു ദുർബല ശക്തിയല്ല, അത് ജീവിക്കുന്ന വിജയകരമായ സജീവമായ ശക്തിയാണ്. പ്രൈസ് ഗോഡ്. അതെ, യേശുവിൻ്റെ രക്തം ഇന്നും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം നമ്മോട് പറയുകയാണ്, അതെ, യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന്. പ്രൈസ് ഗോഡ്. അതെ, യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നു. ഹല്ലേലൂയ. നാം ന്യായവിധി അർഹിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കരുണ സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതം തകർന്നതായി തോന്നുമ്പോൾ യേശുവിൻ്റെ രക്തം പുനഃസ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ചുറ്റുമുള്ളതൊക്കെയും പരാജയമായി തോന്നുമ്പോൾ യേശുവിൻ്റെ രക്തം വിജയം സംസാരിക്കുന്നു. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം പറയുകയാണ്, യേശു തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന്. അതിനർത്ഥം നാം പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് സ്വന്തം നീതിയാലോ ഗുണത്താലോ യോഗ്യതയാലുമല്ല, മറിച്ച് നമ്മൾ യേശു ക്രൂശിൽ അർപ്പിച്ച അതേ രക്തത്താൽ മൂടപ്പെട്ടാണ് നാം പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. അതേ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച ആ നീതീകരണത്താൽ നാം അംഗീകരിക്കപ്പെട്ട മക്കളായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ എന്തോ കൈമാറ്റം സംഭവിക്കുകയാണ്. ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അത് താങ്ങാൻ കഴിയുകയില്ല. ശത്രു നമ്മെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചേക്കാം, എന്നാൽ യേശുവിൻ്റെ രക്തം എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാണ്. ഹല്ലേലൂയ. അതെ, യേശുവിൻ്റെ രക്തം നമ്മുടെ ഉടമ്പടി മുദ്രയാണ്. അത് നമ്മുടെ സംരക്ഷണമാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ ആവരണമാണ്. അത് നമുക്ക് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്ന രക്തമാണ്. ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച എല്ലാത്തിലേക്കുമുള്ള പ്രവേശനം യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ സാധ്യമാകൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുവിൻ്റെ രക്തം സംസാരിക്കുമ്പോൾ നമ്മൾ ജയം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് യേശു ക്രൂശിൽ നേടിയ ജയം നാം പ്രഖ്യാപിക്കുകയാണ്. പുറപ്പാട് 12-ൽ നാം കാണുന്നു, ഇസ്രായേലിയർ വാതിൽപ്പടികളിൽ രക്തം പുരട്ടിയപ്പോൾ നാശം കടന്നുപോയി. അവരെ സംരക്ഷിച്ചത് രക്തത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതുപോലെ നാം യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ പ്രസ്താവിക്കുക. സദൃശ്യവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം പറയുകയാണ്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന്. നമ്മൾ യേശുവിൻ്റെ രക്തം പ്രസ്താവിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ അയോഗ്യത, പരാജയം ഒക്കെ ഓർമ്മ വന്നേക്കാം. ദൈവം അങ്ങ് അകലെയാണെന്നും തോന്നാം. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ പൂർണ്ണത കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, യേശുവിൻ്റെ ക്രൂശ് മരണം, അതിലൂടെ താൻ ചൊരിഞ്ഞ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നമ്മെ ദൈവവുമായി നമുക്കുണ്ടായിരുന്ന അകലത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം വെറുമൊരു ഉപദേശമല്ല, അത് നമ്മുടെ ദൈനംദിന ആയുധമായും ആവരണമായും വ്യക്തിത്വമായും അധികാരമായും കാണാൻ തുടങ്ങുക. ഈ സ്വർഗം നമുക്ക് ഇത്രയും ശക്തമായ ഒരു ആയുധം കൈമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് നാം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നാം സംസാരിക്കുമ്പോൾ നാം ശത്രുവിനെ അവൻ്റെ പരാജയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്, പങ്കുകാരായി തീരുകയാണ്. ഹല്ലേലൂയ. അതിനാൽ യേശുവിൻ്റെ രക്തം പറയുമ്പോൾ നാം വെറുതെ പറയരുത്, സംശയത്തോടെ പറയരുത്. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടിയതെല്ലാം ഇതിനകം ക്രൂശിലൂടെ നൽകി തന്നു എന്ന വിശ്വാസത്താൽ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരും മൂടപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ രക്തം പ്രസ്താവിക്കുക. ചില ചങ്ങലകൾ പൊട്ടിപ്പോകുന്നത് കാണാം, ചില ഭാരങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് കാണാം. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്ന നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. കാരണം യേശുവിൻ്റെ രക്തത്തിന് ഇപ്പോഴും ശക്തിയുണ്ട്. അത് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ
നാം കഴുകപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എനിക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് ഭയം കൂടാതെ അടുത്തു വരുവാൻ സാധിച്ച കൃപയ്ക്കായി നന്ദി എന്ന് പറയുക. യേശുവിന്റെ രക്തത്താൽ ക്ഷമ ലഭിച്ച വ്യക്തിത്വങ്ങളാണ് നാം എല്ലാം. ആയതിനാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ രക്തത്തെ പ്രസ്താവിക്കുക. കാരണം യേശുവിന്റെ രക്തം പ്രഖ്യാപിക്കുന്നിടത്ത് ദുഷ്ട സ്വാധീനത്തിനോ പ്രതികൂല അന്തരീക്ഷത്തിനോ പൈശാചിക പീഡനങ്ങൾക്കോ നിലനിൽക്കാനാവില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം പറയുമ്പോൾ നാം വിജയത്തിനു വേണ്ടി പോരാടുകയല്ല, ക്രിസ്തുയേശുവിൽ വിജയത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു എന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നമ്മുടെ പ്രതിരോധമാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും യേശുവിന്റെ രക്തം പ്രസ്താവിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഓരോ തീരുമാനങ്ങളും ചുവടുവെപ്പുകളും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഓരോ നന്മകളിലേക്കും യേശുവിന്റെ രക്തം ജയം പറഞ്ഞുകൊണ്ട് ചുവടുകൾ വയ്ക്കുക. യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തെ വേർതിരിക്കപ്പെട്ട ഒരു അടയാളമാക്കി മാറ്റി നിർത്തുന്നു. ആയതിനാൽ യേശുവിന്റെ രക്തം നമ്മുടെ ഓരോ ചുവടുവെപ്പിലും ഓരോ നിമിഷത്തിലും നാം ഉണരുമ്പോഴും കിടക്കുമ്പോഴും ചലിക്കുമ്പോഴും യേശുവിന്റെ രക്തസംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും കാവലായി കൂട്ടായി ഉള്ളതിനായി യേശുവിന്റെ രക്തത്തിന് നന്ദി പറയുക. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ മറയ്ക്കുക മാത്രമല്ല, സ്വർഗത്തിൽ നമ്മുടെ അവകാശങ്ങളെ ഉറപ്പിക്കുക കൂടിയാണ് ചെയ്തത്. യേശുവിന്റെ രക്തത്തിലൂടെയാണ് യേശു ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അതേ, യേശുവിന്റെ രക്തത്തിലൂടെ കാൽവറി വീണ്ടെടുപ്പിന്റെ അവസാനമായിരുന്നില്ല, അത് വലിയൊരു പ്രവൃത്തിയുടെ തുടക്കമായിരുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രൂശിൽ കിടന്ന് എല്ലാം നിവൃത്തിയായി എന്ന് നിലവിളിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഉള്ളതെല്ലാം ക്രൂശിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ നമ്മുടെ വാക്കുകൾ യോജിച്ചു നിൽക്കണം. സ്വർഗം വീണ്ടെടുത്ത ഒരു മകന്റെയോ മകളുടെയോ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. എൻ്റെ വിലയേറിയ രക്തത്താൽ നേടിയെടുത്ത ക്രിസ്തുവിന്റെ അളവറ്റ സമ്പത്ത് നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുകയാണ്. ഹല്ലേലൂയ. സ്വർഗം നമ്മുടെ എല്ലാ കേസുകളും ക്രൂശിൽ പൂർത്തീകരിച്ചു എന്ന ശാന്തമായ ആത്മവിശ്വാസം, നമ്മുടെ ആത്മവിശ്വാസം ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയിലാണ്. ഹല്ലേലൂയ. പ്രത്യേകം ഓർക്കേണ്ട കാരണം നമ്മുടെ ആത്മീയത കൂടിയിട്ടോ നാം അങ്ങിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തതോ അല്ല, പിന്നെയോ പിതാവ് പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടതാണ്. ഹല്ലേലൂയ. പിതാവിന്റെ മുമ്പാകെ ഇപ്പോഴും എപ്പോഴും സംസാരിക്കുന്ന രക്തത്തിന്റെ മൂല്യത്തെ അനുസരിച്ചിട്ടുള്ളതാണ്. ആ യേശുവിന്റെ രക്തത്തിന്റെ ശബ്ദം ഇപ്പോഴും നിലച്ചിട്ടില്ല. യേശുവിന്റെ രക്തത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. സ്വർഗം അതിന്റെ സ്വീകാര്യത പിൻവലിച്ചിട്ടില്ല. പിതാവ് യേശുവിന്റെ ക്രൂശിലെ പ്രവൃത്തിയിലൂടെ നേടിത്തന്നതിനെ ഓർത്ത് ഒരിക്കലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. അതേ, തന്റെ പുത്രന്റെ യാഗമരണത്തെ ഓർത്ത് പിതാവ് ഖേദിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ യേശുവിൻ്റെ രക്തം മുഖേന കയറി ചെല്ലുവാൻ സാധിക്കും. ഹല്ലേലൂയ. അത് ഇപ്പോഴും സുരക്ഷിതമാണ്, കാരണം നാം ക്രിസ്തുവിലാണ്. അതുകൊണ്ട് സാഹചര്യം രക്ഷയില്ലെന്ന് പറയുമ്പോൾ, ദൈവം ഉപേക്ഷിച്ചോ എന്ന് തോന്നുമ്പോൾ, നമ്മുടെ വിശ്വാസം ചിലപ്പോൾ സാഹചര്യവുമായി യോജിച്ചില്ല എന്ന് വരാം. എന്നാൽ യേശുവിന്റെ രക്തം അപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ഞാൻ രക്തം തന്ന് വീണ്ടെടുക്കപ്പെട്ട മകളാണ്, മകനാണ് എന്നാണ്. സാഹചര്യങ്ങൾ ഒരിക്കലും ദൈവത്തെയോ തന്റെ സത്യത്തെയോ നിർവചിക്കുന്നില്ല. തിരുവെഴുത്ത് പ്രസ്താവിച്ച ഈ സത്യങ്ങൾ ക്രിസ്തു ക്രൂശിൽ കൃത്യമായി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന പുരുഷനും സ്ത്രീയുമാണ് വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് ആദിമ സഭയിൽ കാണുവാൻ സാധിച്ചിരുന്നത്. ആയതിനാലാണ് അവർ ധൈര്യത്തോടെ സത്യസുവിശേഷം പ്രസ്താവിച്ചത്. വെളിപാട് പറയുന്നിടത്ത് നമ്മുടെ വിശ്വാസം ഉയരുക തന്നെ ചെയ്യും. വിശ്വാസം ഉയരുന്നിടത്ത് നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്നത് തലകുനിക്കാൻ തുടങ്ങും. ആയതിനാൽ യേശു ക്രൂശിൽ പൂർത്തീകരിച്ച തൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുക, ആ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, പറയുക. അതേ, നാം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട മക്കളാണ്.
അതിന് നമുക്ക് യേശുവിൻ്റെ രക്തത്തിനായി ദൈവത്തിന് നന്ദി പറയാം. യേശു ക്രൂശിലൂടെ നേടിത്തന്ന ആ പൂർത്തീകരണ പ്രവൃത്തികൾക്കായി ദൈവത്തിന് നന്ദി പറയാം. ആയതിനാൽ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനത്താൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.